ഹായ് വിവേഴ്സ്, മൈ ബുള്ളി ഹോമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളുകളിൽ വിചാരിക്കുകയാണ് ഷൈൻ്റെയും നോവയുടെയും കൊടുക്കുന്ന മരുന്നുകളുടെ കളക്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് വിരയ്ക്കുള്ള മരുന്നാണ്. അതേപോലെ തന്നെ ഇത് അൽബോമർ വിരയ്ക്കുള്ള മരുന്നാണ്. അത് ഡോഗിനും ആനിമൽസിനും എല്ലാവർക്കും കൊടുക്കാവുന്ന മരുന്നാണ്. പിന്നെ ഈ ഇരിക്കുന്ന മരുന്നും വിരയ്ക്കുള്ളതാണ്. അത് മരുന്നിൻ്റെ പേരറിയില്ല. പിന്നെ നാറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഫുഡും മരുന്നും കൂടി ചേർന്നതാണ്. പിന്നെ ആൻറ്റിബയോട്ടിക് ഗുളിക, അത് നോവോ ഷൈന് സിസേറിയൻ സമയത്ത് കൊടുത്തതാണ്, ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇത് വന്നിട്ട് ഒരു പൗഡറാണ്. അതായത് പട്ടികളുടെ ദേഹത്ത് ചെള്ളും ഇതൊന്നും വരാതിരിക്കാൻ. ഇത് ന്യൂട്രി റിച്ച്, അതായത് പട്ടികൾ പീരീഡ്സ് ആവുന്ന സമയത്ത് കൊടുക്കുന്നതാണ്, ചേർക്കുന്നത് വരെ കൊടുക്കുന്ന ഗുളികയാണ്. പിന്നെ വന്നിട്ട് വിറ്റാമിൻ ഗുളിക മരുന്നുകളാണ് ഇതെല്ലാം. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷനുള്ള മരുന്നാണ്. പിന്നെ യൂറിപ്പെറ്റ് എന്ന് പറയുന്നത് യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ കൊടുക്കുന്നതാണ്. ഇപ്പം നോവയ്ക്ക് കൊടുക്കുന്ന ഒരേ ഒരു മരുന്ന് ഏതെന്ന് വെച്ചാൽ ഷെൽക്കാളാണ്. അത് കാൽസ്യം മരുന്നാണ്. അത് ഈ പ്രഗ്നൻറ്റ് ഡോഗിന് എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നാണ് ഈ ഷെൽക്കാൾ മരുന്ന്. എന്നെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ അമ്മയുടെ ശരീരത്തിലുള്ള കാൽസ്യം കുട്ടികൾക്ക് ചെല്ലും. അപ്പം അമ്മയുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു വരും. അപ്പം ശരീരം ക്ഷീണവും എല്ലാം അനുഭവപ്പെടും. അതാണ് ഈ കാൽസ്യം മരുന്ന് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത്. നോവയ്ക്ക് ഇപ്പം 2.5 ml കൊടുക്കുന്നത്. 2.5 ml കൊടുത്തു കഴിഞ്ഞ് ആദ്യമൊക്കെ നോവ മരുന്ന് കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ വരെ നോവയ്ക്ക് ക്ഷീണവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫുഡും കഴിക്കാൻ ഇത്തിരി മടിയാണ്. അതേപോലെ തന്നെ മരുന്ന് കഴിക്കാനും മടിയാണ്. മരുന്ന് കൊടുക്കുന്ന പാടാണ് കാണുന്നത്. നോവയ്ക്ക് ഇപ്പം നടക്കാനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഡെലിവറി ഡേറ്റ് അടുത്ത് വരുന്നുണ്ട്. അതാണ് നോവയ്ക്ക് ബുദ്ധിമുട്ട്.